അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ കൂട്ടുകാരെ, നമുക്ക് നിങ്ങളുടെ നാളെ നടക്കാനിരിക്കുന്ന ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. ആദ്യത്തെ പ്രവർത്തനം ന്യൂസിലു ബിൽ മുനാസിബി, യോജിച്ചവ ചേർക്കാനാണ്. ഇവിടെ ഒരു കള്ളിയിൽ 14-ാമത്തെ, 11-ാമത്തെ, 9-ാമത്തെ, യൗമു ഈദുൽ അദ്ഹ, 11, 9 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അൽ ആഷിറു മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജ് 10 യൗമു ഈദുൽ അദ്ഹ. 2 അഹദ അഷറ, അഹദ അഷറ എന്ന് പറഞ്ഞാൽ 11. 3 റാബിഉ അഷറ, റാബിഉ അഷറ എന്ന് പറഞ്ഞാൽ 14-ാമത്തെ. 4-ാമത്തത് അൽ ഹാദി അഷറ, ഉത്തരം 11-ാമത്തെ. 5 തിസ, തിസ എന്ന് പറഞ്ഞാൽ 9. അത്താസിയോ, താസിയോ എന്ന് പറഞ്ഞാൽ 9-ാമത്തെ. പേജ് നമ്പർ 14-ലുള്ളതാണ്, അത് നന്നായിട്ട് പഠിച്ചു വെക്കണം. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ. നുക്കമ്മിലുൽ ഫറാ ബിൽ മുനാസിബി മിനൽ ഖൗസൈനി, ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. 1 അൽ ബിൻതാനി ഡാഷ് അലൽ മക്കാദി, തജ്ലിസാനി എജ്ലിസാനി തജ്ലിസു എന്ന് തന്നിട്ടുണ്ട്. ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കുക? ബിൻതാനി എന്ന് പറഞ്ഞാൽ 2 പെൺകുട്ടികളാണല്ലേ, അപ്പോൾ പെണ്ണായതുകൊണ്ട് താ വെച്ചിട്ടത് തജ്ലിസാനി. അൽ ബിൻതാനി തജ്ലിസാനി അലൽ മക്കാദി. 2 അൽ റിജാലു ഡാഷ് ബിൽ ഖുറത്തി, ഒരുപാട് പുരുഷന്മാരുണ്ട്, അവർ പന്ത് കൊണ്ട് കളിക്കുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെയാണ്? യലഅബാനി തലഅബാനി യലഅബൂന. ഉത്തരം അർരിജാലു യലഅബൂന. 3-ാമത്തത് അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസത്തി, ഉസ്താദ് ഒരാളുള്ളൂ, അപ്പോൾ യദ്ഹബു ഇലൽ മദ്രസത്തി. 4 യൗമഇദിൻ ഡാഷ് അഖ്ബാറഹ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. 5 വറഅയ്തൻ നാസ ഡാഷ് ഫീ ദീനില്ലാഹ്, വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹ്. 3-ാമത്തെ പ്രവർത്തനം നക്തുബുൽ ജംഅ, ജംഅ എഴുതാനാണ്. ആദ്യത്തേത് ഖഫസുൻ, ഖഫസുൻ എന്ന് പറഞ്ഞാൽ കൂട്, അതിൻ്റെ ജമ എന്താ? അഖ്ഫാസുൻ, കൂടുകൾ. 2 ഷജറുൻ, മരം, അതിൻ്റെ ജമ അഷ്ജാറുൻ. 3 ത്വയ്റുൻ, ത്വയ്റിൻ്റെ ജമ തുയൂറുൻ. 4 ഹദീഖത്തുൻ, അതിൻ്റെ ജന്മ ഹദായിക്കു. അടുത്തത് ഹയവാനുൻ, അതിൻ്റെ ജമ എന്താ? ഹയവാനാത്തുൻ. 6 ഇബ്നുൻ, ഇബ്നുൻ ജമ അബ്നാഉൻ. 4-ാമത്തെ പ്രവർത്തനം നഖ്താറു മിനൽ ഖൗസൈനി വനുക്കമ്മിലു, യോജിച്ച് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ്. അൽ അസദു, സിംഹം, ഡാഷ് അൽ ഹദീഖത്തി, അവിടെ ഏതാണ് യോജിച്ചത് ചേർക്കുക? ഫിൽ ഹദീഖത്തി, സിംഹം തോട്ടത്തിലാണ്. 2 കുല്ലുഹ ഡാഷ് അജായിബി ഖൽക്കില്ല, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തിൽ പെട്ടതാണ് എന്നാണ്. അപ്പോൾ അവിടെ എന്താണ് ചേർത്ത് കൊടുക്കേണ്ടത്? കുല്ലുഹ മിൻ അജായിബി ഖൽക്കില്ല. 3-ാമത്തത് ദഹബ സിനാനുൻ, സിനാന് പോയി ഡാഷ് സിയാറത്തൽ ഹദീഖത്തി, അവിടെ എന്താ ചേർത്ത് കൊടുക്കുക? ലി സിയാറത്തൽ ഹദീഖത്തി, സിനാന് തോട്ടം സന്ദർശിക്കാൻ പോയി. 4 ബയ്യനൽ വാലിദു ഡാഷ് അൽ ഹയവാനാത്തി, എന്താണ് അതിൻ്റെ അർത്ഥം? ബയ്യനൽ വാലിദു, പിതാവ് വ്യക്തമാക്കി, ഡാഷ് അൽ ഹയവാനാത്തി, ആരെ പറ്റിയാണ്? മൃഗങ്ങളെ കുറിച്ച്. അപ്പോൾ അവിടെ എന്താ ചേർത്ത് കൊടുക്കേണ്ടേ? അനി, ബയ്യനൽ വാലിദു അനിൽ ഹയവാനാത്തി,
5 ഡാഷ് അഷജറത്ത് ബബാഉ, മരത്തിന്മേൽ തത്തയുണ്ട് എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അല ഷജറത്തി, അല പറഞ്ഞാൽ മേൽ, അല ഷജറത്തി ബബാഉ, മരത്തിന്മേൽ തത്തയുണ്ട്. അഞ്ചാമത്തെ പ്രവർത്തനം നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് യദ്ഹബു എന്ന് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്താ, യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന എന്നവിടെ തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് തദ്ഹബു, തദ്ഹബാനി, യദ്ഹബ്ന. രണ്ടാമത്തത് ആദ്യത്തെ കളിയിൽ തന്നിട്ടില്ല. രണ്ടാമത്തത് യർജിആനി എന്നാണ്. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കുക, യർജിയോ, യർജിയാനി, യർജിഊന, തർജിയോ, തർജിയാനി, യർജിഉന. അടുത്തത് നുഅരിബ്, അറബി ആക്കാനാണ്. 1 പെൺകുട്ടികൾ മടങ്ങുന്നു, അറബി അൽ ബനാത്തു യർജിഉന. അടുത്ത പ്രവർത്തനം നോക്കൂ, നസ്ലു ബിൽ മുനാസിബി. ഇവിടെ റൗണ്ടിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കാനാണ്. റൗണ്ടിൽ എന്തൊക്കെയുണ്ട്, 7, 15, 7-മത്തെ, 9-മത്തെ, 11-മത്തെ, 13 എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് യോജിപ്പിച്ച് നോക്കാം. ഒന്നാമത്തത് അസാബിയോ. അസാബിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, 7-മത്തെ എന്നാണ് അല്ലേ. സബ എന്ന് പറഞ്ഞാൽ 7ഉം, അസാബിയോ എന്ന് പറഞ്ഞാൽ 7-മത്തെ. അൽ ഹാദി അഷറ, ഹാദി അഷറ എന്ന് പറഞ്ഞാൽ 11-മത്തെ. 3 സബ, സബ എന്ന് പറഞ്ഞാൽ 7. 4 സലാസ അഷറ, സലാസ അഷറ പറഞ്ഞാൽ 13. 5 ഹംസത്ത അഷറ, ഹംസത്ത അഷറ പറഞ്ഞാൽ 15. 6 അത്താസ്യോ, താസ്യോ പറഞ്ഞാൽ 9-മത്തെ, അത്താസ്യോ 9-മത്തെ. നിങ്ങൾ ആ പട്ടിക നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, നുക്കമ്മിലുൽ ഫറാബിൽ മുനാസിബി. ഇതിൽ നിന്ന് യോജിച്ച് തിരഞ്ഞെടുത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാനാണ്. ഒന്നാമത്തത് അത്തോലിബാനി ഡാഷ് ദുറൂസഹുമാ, 2 വിദ്യാർത്ഥികൾ അവരുടെ പാഠം പഠിക്കുന്നു. അവിടെ ഏതാണ് ചേർത്ത് കൊടുക്കേണ്ടത്, യദുറുസാനി ആണോ, തദുറുസാനി ആണോ, യദുറുസു ആണോ? തോലിബാനി 2 വിദ്യാർത്ഥികളായതുകൊണ്ട് യദുറുസാനി, യദുറുസാനി ദുറൂസഹുമാ. 2 അൽ ബനാത്തു ഡാഷ് അൽ ജരീദത്തൻ, എക്റഅന, എക്റഊന, തെക്റആനി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അൽ ബനാത്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവിടെ എന്താ വരിക, എക്റഅന എന്നാണ് വരിക. അൽ ബനാത്തു എക്റഅന അൽ ജരീദത്ത്, പെൺകുട്ടികൾ പത്രം വായിക്കുന്നു. 3 അൽ ഉസ്താദു ഡാഷ് ഇലൽ മദ്രസ, ഉസ്താദ് ഒരാളായതുകൊണ്ട് യദ്ഹബു ഇലൽ മദ്രസ. 4 ദഹബ സിനാനുൻ ഡാഷ് അൽ ഹദീഖത്തി, തോട്ടം സന്ദർശിക്കാൻ വേണ്ടി സിനാൻ പോയി എന്നാണ്. ദഹബ പറഞ്ഞാൽ പോയി, മാളിയാണ്. അപ്പോൾ ലി സിയാറത്തി മിൻ അജായിബി അല ഷജറത്തി എന്ന് തന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കല്ലേ. ദഹബ സിനാനുൻ ലി സിയാറത്തി അൽ ഹദീഖത്തി. 5-മത്തത് അൽ റിജാലു ഡാഷ് ബിൽ ഖുറത്തി, റിജാലു പുരുഷന്മാർ, ഒരുപാട് പുരുഷന്മാരുണ്ട്. അപ്പോൾ യൽ അബാനയാണോ, തൽ അബാനയാണോ, യൽ അബൂനയാണോ? യൽ അബൂന, യൽ അബൂന ബിൽ ഖുറത്തി, പന്ത് കൊണ്ട് കളിക്കുന്നു. അടുത്ത പ്രവർത്തനം ജമഅ എഴുതാനാണ്. അത് നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റിയിൽ ചെയ്തതാണ്. അത് നന്നായിട്ട് പഠിക്കണം എല്ലാവരും. അടുത്തത് നുക്മിലുൽ ജദ്വല, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. യഫ്അലു എന്നവിടെ തന്നിട്ടുണ്ട് മുഫ്രദ്. ഇനി അതിൻ്റെ മുസന്ന എന്താണ്, യഫ്അലാനി, ജംഅ യഫ്അലൂന. അതേപോലെ തഫ്അലു, തഫ്അലാനി, യഫ്അൽന. അത് പേജ് നമ്പർ 10 പട്ടികയാണ്. നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം. പേജ് നമ്പർ 10 എല്ലാ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നുണ്ട്. അടുത്ത പ്രവർത്തനം 5-മത്തത് നുതർജിം,
പരിഭാഷപ്പെടുത്താനാണ്, അർത്ഥം എഴുതാനാണ്. 1. ഇൻതഹ അൽ ഇംതിഹാനു സനവിയു. എന്താണ് അർത്ഥം? വാർഷിക പരീക്ഷ അവസാനിച്ചു. 2. ഹാമിദുൻ തോലിബുൻ മാഹിറുൻ യുഹിബ്ബു സിറാഅ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഹാമിദ് ഒരു സമർത്ഥനായ വിദ്യാർത്ഥിയാണ്, അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു. അടുത്ത പ്രവർത്തനം നുഅരിബ്, അറബിയാക്കാനാണ്. 1. 2 പെൺകുട്ടികൾ കളിക്കുന്നു. 2 പെൺകുട്ടികൾ എന്നുള്ളതിന് അൽ ബിൻതാനി. കളിക്കുന്നു പറയുമ്പോൾ 2 പേർ കളിക്കുന്നു എന്നാണ്. അപ്പോൾ അൽ ബിൻതാനി തലഅബാനി. 2. 2 ആൺകുട്ടികൾ എഴുതുന്നു. ഉത്തരം അതിൻ്റെ അറബി 2 ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അൽ വലദാനി. എഴുതുന്നു പറയുമ്പോൾ യക്തുബാനി. 2 പേര് എഴുതണില്ലേ, അപ്പോൾ അൽ വലദാനി യക്തുബാനി. അടുത്ത പ്രവർത്തനം നുക്കമ്മിലു ബിമാ ഫിൽ കൗസൈനി. യോജിച്ചത് താഴേക്കെടുത്ത് ചേർക്കാനാണ്. 1. യൗമഇദിൻ ഡാഷ് അഖ്ബാറഹ. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. 2. വ അന ഡാഷ് അൽ മുഅ്മിനീന. ഉത്തരം വ അന അവ്വലു മുഅ്മിനീന. 3. വയഖൂലൂന ഡാഷ് സാദിസുഹും കൽബുഹും. ഉത്തരം വയഖൂലൂന ഹംസത്തു സാദിസുഹും കൽബുഹും. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതാണ്. എല്ലാവരും നന്നായി പഠിക്കണം. അസ്സലാമു അലൈക്കും.